പാർട്ടി കാര്യമാണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആൻഡ് ക്വസ്റ്റ്യൻ, പാർട്ടി കാര്യം മാത്രമാണോ ഇത്? ഇത് പാർട്ടിക്കാര്യല്ല, ഇത് നാട്ടുകാരുടെ കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പരാതി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന നേതാക്കന്മാരുടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ കുട്ടികളുടെ മാനസികാവസ്ഥ ഇവരാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഈ പുറത്ത് വന്ന വോയിസ് ക്ലിപ്പ് അല്ലാതെ കുറേ വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതിൽ ഒരെണ്ണം കേട്ട ആളാണ് ഞാൻ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടില്ല അത്രയധികം വിഷമം തോന്നി. കാരണം ഒരാൾക്കും ഇതൊന്നും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇത് ഒരു കേസാണെങ്കിൽ നമുക്കിതിനെ ആ ഒരു കേസ് എന്ന് പറഞ്ഞ് വിടാം, വേണ്ട ഇനി 2 കേസാണെങ്കിൽ നമുക്ക് 2 എന്ന് പറഞ്ഞ് വിടാം. ഇത് എത്ര എണ്ണം വെച്ചിട്ടാണിത് കേസ് ഇങ്ങനെയാണെന്ന് പറയുക? ഇദ്ദേഹത്തിന് ഈ പറയുന്ന പോസ്റ്റിൽ എം എൽ എ പോസ്റ്റിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നുണ്ട് അവർ. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഈ എം എൽ എ പോസ്റ്റിൻ്റെ മഹത്വം എന്താണ്? ഈ മഹത്വം മനസ്സിലാക്കാതെ ഇങ്ങനെ കൈകാര്യം ചെയ്യുകയാണ്. എന്ത് ലാഘവത്തോടു കൂടിയിട്ടാണ് കൈകാര്യം ചെയ്യുക? ഇന്ന് വി.കെ. ശ്രീകണ്ഠൻ രാവിലെ എം പി ചോദിച്ചൊരു ചോദ്യമുണ്ട്, വളരെ മോശമാണ്. ഞാൻ അദ്ദേഹത്തെ വലിയ രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന ആളാണ്. എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് പറയാതിരുന്നു കൂടെ? എന്തിനാണ് അതിനായി ഇവർ വി.കെ. ശ്രീകണ്ഠൻ ചെയ്ത തെറ്റല്ലല്ലോ, ഇത് വി.ഡി. സതീശൻ ചെയ്ത തെറ്റല്ല, വി.കെ. ശ്രീകണ്ഠൻ ചെയ്ത കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാരും ചെയ്ത തെറ്റല്ല, കോൺഗ്രസിലെ ഒരു അണികളും ചെയ്ത തെറ്റല്ല. പിന്നെ എന്തിനാണ് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇത്രയും വർഷത്തെ പാരമ്പര്യ ഒരു പാർട്ടിയാണ്. ഞാൻ വിചാരിക്കുന്ന ഇങ്ങനെ രീതിയിൽ വളരെ രീതിയിൽ സംരക്ഷിച്ച് ഒരു കേസിലൊക്കെ സംരക്ഷിച്ചിട്ടുണ്ടാവാം. ഇത് പിന്നെ ശിവൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞ പോലെ അപൂർവമാണ്. അല്ല, ഇങ്ങനെ ഒരു കേസ് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഇങ്ങനെ തെളിവുകൾ പടപടാന്ന് പുറത്തേക്ക് വരുമോ? എല്ലാ കുട്ടികളുടെയും പ്രായം 25, 22, 23, 30 ഈ കുട്ടികൾക്ക് ഇനി ഭാവി വേണ്ടേ? ഇവർ വന്ന് പരാതി കൊടുത്ത് ഇവരുടെ ഫോട്ടോയും വന്ന് ഇവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് ഇവരൊക്കെ ജീവിതം നശിക്കണം എന്നാണോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്? കോൺഗ്രസ് അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ പറയാം, ഈ പറയുന്ന പരാതി കൊടുക്കുന്ന കുട്ടികളെല്ലാം ജീവിതം നശിക്കട്ടെ, ഇറങ്ങി വാ പുറത്തേക്ക് എന്ന് പറയാം. അങ്ങനെ ആഗ്രഹിക്കുന്ന കോൺഗ്രസിന് ഇവിടെ ആർക്കും ആവശ്യമില്ല, നീ നാട്ടുകാർക്ക് ആവശ്യമില്ല. കോൺഗ്രസ്സുകാർക്ക് എങ്ങനെയാണ് വേണ്ടത്? ഒരു നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയല്ലേ വേണ്ടത്? ഇവരെപ്പോഴും നിലപാടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിയല്ലേ? നിലപാടെടുക്കണമെന്നേ, ഈ കാര്യത്തിലൊക്കെ നിലപാടെടുക്കേണ്ടത്, ഈ കാര്യത്തിലാണ് മാതൃകയാകേണ്ടത്. ഒരു രാഹുൽ മാങ്കൂത്തിൽ പോയി എന്ന് വിചാരിച്ചിട്ട് കേരളത്തിലെ കോൺഗ്രസിൽ ഒന്നും സംഭവിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. അതെന്താണ്? ഇതിന് ചൂണ്ടിയിട്ടിരിക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരു പാടാണ്. ആ പാർട്ടിയിൽ മാത്രമല്ല, കേരളത്തിലെ ഇന്ത്യയിലുള്ള മറ്റുള്ള പാർട്ടികൾക്കൊരു പാടാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധ്യം ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടേ? ഒരു എം എൽ എ സ്ഥാനം 6 മാസത്തേക്ക് പോയി ഭൂലോകം ഇടിഞ്ഞു വീഴുമോ? എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ എന്താണ്, അതിൽ കെട്ടിത്തൂങ്ങി പറഞ്ഞ് നാറി. ഇനി എന്താണെന്നറിയോ? ഇനി ഇവരെ വിടും, ഇനി ഇവരെ കൂടെയുള്ളവരെ അവസ്ഥ അന്വേഷിച്ചിറങ്ങും. അത് അന്വേഷിച്ചിട്ട് ആ നേതാക്കന്മാരുടെ അവസ്ഥയും കൂടെ ദയനീയമാകുന്നതിനേക്കാളും നല്ലത് ഇതിൽ വിടുന്നതായിരിക്കും. അല്ലെങ്കിൽ വിട്ടിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്ത ആളിലേക്ക് കൂടെ അന്വേഷിച്ചിറങ്ങും. ഇവരെ കൂടെ നടന്നതും ചെയ്തതുമായ ആൾക്കാരുടെയൊക്കെ അവസ്ഥ ദയനീയമായിരിക്കും, പരമദയനീയമായിരിക്കും. അപ്പം ഇതെന്താണ്? ഇത് ആർക്കും അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു നടിച്ചതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കും ഞാൻ വിചാരിക്കുന്നില്ല. ഇത് എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ ഓരോരുത്തരോട് സംസാരിക്കുന്ന സമയത്ത് ഓരോരുത്തരും പറയുന്നത് ഞങ്ങൾ ആരോട് പറഞ്ഞു എന്ന് സ്വകാര്യമായിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്. ആരോട് ഞങ്ങൾ ഈ പരാതി പറഞ്ഞിട്ടുണ്ട്, ആർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാം എന്നുള്ള കാര്യം പരാതി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വന്ന ബൈറ്റിൻ്റെ അകത്ത് ആപ്പക്കുട്ടി പറയുന്നുണ്ടല്ലോ, രാഹുലിൻ്റെ കൂടെ നടന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം ഈ കാര്യം. അറിയാവുന്ന പേരെടുത്ത് പറയുന്നുണ്ട്, ചില ആൾക്കാർ പേരെടുത്ത് കൂട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എന്താണെന്ന് ഇത് അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇത് നേതാക്കന്മാർ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? ഇത് കോൺഗ്രസ്സാണ് പാർട്ടി, എല്ലാ സാരിയും വലിച്ച് പുറത്തിടുന്ന പാർട്ടിയാണ്. ഒരു കാര്യം മൂടി വെച്ചാൽ മൂടിയൊക്കൊന്നുമില്ല. ഒരു കാര്യം അങ്ങനെ മൂടി വെക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല കോൺഗ്രസ് പാർട്ടിയിൽ. എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷേ എന്താണ്, ഈ പാർട്ടി നശിച്ചു പോകും, ഈ പാർട്ടിക്ക് ഉണ്ടാകുന്ന മാനക്കേട് കണ്ടിട്ട് ആരും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. നിവൃത്തി കെട്ടി കുട്ടികൾ വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവർ ഒന്നിച്ച് തീരുമാനിച്ചാലുണ്ടല്ലോ. ഇപ്പോൾ ഈ കുട്ടികൾ ഇവർ വിചാരിക്കേണ്ട, കോൺഗ്രസ്സുകാർ വിചാരിക്കേണ്ടത് പരാതി ഇല്ലാതെ ഒതുങ്ങിയെന്ന് വിചാരിക്കേണ്ട. ഈ കുട്ടികളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ ഒന്നിച്ച് തീരുമാനിച്ചാൽ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി എന്താണെന്നുള്ളത്. ഈ പാർട്ടി അവിടെ പോയി നിൽക്കും. അപ്പോൾ രാജിവെക്കണോ ചിലപ്പോൾ ഇവർക്ക് തീരുമാനിച്ച് നടപടിയെടുക്കാം. പക്ഷേ എന്താണ്, ഒരു നിലപാടെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട് ആർക്കും അറിയേണ്ട കാര്യമില്ല, പാർട്ടിയുടെ നിലപാടാണ് അറിയേണ്ടത്. പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കുന്നു? ഇതുപോലെ ഉണ്ടായ ഒരു കേസ് ഉണ്ടായാൽ പാർട്ടി ഏത് രീതിയിലുള്ള നിലപാട് സ്വീകരിക്കും, അതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ അദ്ദേഹത്തെ പുറത്താക്കാൻ പറഞ്ഞത്? എന്തിനാ രാജിവെക്കാൻ പറഞ്ഞത്? എന്തിനാ അദ്ദേഹത്തെ രാജിവെച്ചത്? ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പറയുന്നത്? ഞാനതാ 1:25 സമയം 1:25 വരെ രാജിവെച്ചിട്ടില്ല, 1:30 രാജിവെക്കുന്നു എന്ന് പറയുകയാണ്. അതെന്താ ഒരു ഔദാര്യം പോലെ രാജിവെക്കുന്നത്? പാർട്ടി പറയേണ്ട അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് അതിൻ്റെ ഉത്തരവാദിത്വമില്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടാണ് രാജിവെച്ചതെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്ക് വേണ്ടായിരുന്നോ? അത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം കാര്യമാണോ? രാഹുൽ മാങ്കൂട്ടത്തെ കാര്യമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു താക്കീതും കൂടി ആവണം. ഇതെന്തോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ ഒരു ഔദാര്യം ചെയ്തു വരുന്ന പോലെയാണ് പറയുന്നത്, ഞാനതാ രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എങ്ങോട്ടായി പോകുന്നത്? കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസിൻ്റെ ഏക പ്രശ്നം എന്താണെന്നറിയോ? കോൺഗ്രസ് ഏക പ്രശ്നം എന്ന് പറയുന്നത് ഈ പിൻഗാമികളെ ഉണ്ടാക്കുകയാണ് നേതാക്കന്മാർ. ഒരു നേതാവ് വരുന്നു,
നേതാവ് ആ MLA സ്ഥാനം രാജിവെച്ച് MP ആകാൻ പോയാൽ ആ MLA നേതാവ് തന്നെ ഒരു MLA ഉണ്ടാക്കുക. എൻ്റെ പിൻഗാമി ലോകത്ത് ഏതെങ്കിലും പാർട്ടിയിൽ നടക്കുന്ന കാര്യമാണോ? CPM ചിന്തിക്കാൻ കഴിയുമോ അങ്ങനെ ഒരു കാര്യം? CPM ചിന്തിക്കാൻ കഴിയുമോ? BJP ചിന്തിക്കാൻ കഴിയുമോ ഒരു പിൻഗാമിനെ ഉണ്ടാക്കുന്ന അവസ്ഥ? അദ്ദേഹം അല്ലാതെ വേറൊരാൾ ആ പാലക്കാട് വേണ്ടെന്ന് നിശ്ചയിച്ചിട്ട് അവിടെ കൊണ്ട് അപ്പോയിൻറ്റ് ചെയ്യണതാ. എന്നിട്ട് അദ്ദേഹം തന്നെ എല്ലാവരെയും കൊണ്ട് പരിചയപ്പെടുത്തുന്നു. ഇദ്ദേഹമാണ് ഇവിടെ MP, ഇദ്ദേഹമാണ് ഇവിടുത്തെ MLA എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്താണ്. പിൻഗാമികൾ ഉണ്ടാക്കുകയാണ്. പണ്ട് കോൺഗ്രസ് കേട്ടുകൊണ്ടിരുന്ന ഏക പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടിയെടുപ്പുകാരെ മുഴുവൻ സ്ഥാനമാനങ്ങൾ കൊടുത്ത് മുന്നോട്ട് കൊണ്ടിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ആ പെട്ടിയെടുപ്പുകാരെന്നുള്ള പേര് മാറിയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും മാറിയിട്ടില്ല. അതിന് പകരം എന്താ ഈ പിൻഗാമിയായി എല്ലാവർക്കും സ്വകാര്യ. ഇപ്പം ഉണ്ടല്ലേ കോൺഗ്രസ് ഒരു 250 ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് കേട്ടോ. ഒരു 3-4 MPമാർ, 1-2 MPമാരും 3-4 MLAമാരും ഒരു ഗ്രൂപ്പ്. യൂത്ത് കോൺഗ്രസ് നോക്കുകയാണെങ്കിൽ ഒരു 1, 2, 3, 4 അല്ല 8, 10, 15 ഗ്രൂപ്പുകളാണ്. എന്നിട്ട് അതിനകത്ത് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നു. എന്തിനാണ്? നീ MLA നീ കാലുവാരി താഴെ ഇടാൻ വേണ്ടി നോക്കണ്ട, നീ ഞങ്ങളെ കാലുവാരിയിട്ട് നീ നേതാവാന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകയാണ് ഗ്രൂപ്പിൻ്റെ അകത്ത് കിടന്നിട്ട്. ഏതാ പാർട്ടി? കോൺഗ്രസ് എന്ന പാർട്ടി. ഏതാ പാർട്ടി? യൂത്ത് കോൺഗ്രസ് എന്ന പാർട്ടി. ഈ പാർട്ടികളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്? എന്നിട്ടാണ് ഇവർ പറയുന്നത് കേഡർ സ്വഭാവത്തുള്ള CPMനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഞങ്ങൾ അധികാരത്തിലേക്ക് വരാൻ ശക്തമായ സമരം നടത്താമെന്ന് പറയുന്നത് അല്ലേ? എന്നിട്ട് ഇവർക്കത് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഒറ്റ വരയിൽ മിണ്ടാട്ടം മുട്ടിയില്ല കേരളത്തിലെ കോൺഗ്രസ്സിന് ഒറ്റ കാര്യത്തിനകത്ത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പാർട്ടിയിൽ സംഭവിക്കുന്നത്? ഈ പാർട്ടിയിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടുന്ന പാർട്ടിയാണോ കോൺഗ്രസ് എന്ന് പറയുന്നത്? ഈ കേരളത്തിൽ പ്രതിപക്ഷം വേണ്ടേ? ഈ ഇന്ത്യയിൽ പ്രതിപക്ഷം വേണ്ടേ? ഈ പ്രതിപക്ഷം സ്മൃതിയോടെ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി അവിടെ ഇന്ത്യക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതേ പേരുകാരൻ ഇവിടെ പേര് ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി ഏത് ലെവലിലാണ് ഇത് പോകുന്നതെന്ന്. ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. ഇത് ഇലക്ഷൻ്റെ ദിവസം വരെ ചുമക്കേണ്ടി വരും. എന്നാണോ രാജിവെക്കുന്നത് അന്ന് വരെ ചുമക്കേണ്ടി വരും. അന്ന് വരെ മറുപടി ഉണ്ടാവില്ല കേട്ടോ. ഇനി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു MLAക്കെതിരെ, വേറെ ഏതൊരു ജനപ്രതിനിധിക്കെതിരെ, ഒരു പഞ്ചായത്ത് മെമ്പറിനെതിരെ ഒരു ആരോപണം വന്നാൽ കോൺഗ്രസിന് നേരെ ഒന്ന് കൈ ചൂടി ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്തുകൊണ്ട് ഈ നടപടി സ്വീകരിച്ചില്ല എന്ന് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റില്ല. കാരണം എന്താ? വലിയ ആളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ പിന്നെ ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ ഇനി ഇങ്ങനെയുള്ള അതിക്രമങ്ങളൊക്കെ നടന്നോട്ടെ എന്നാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? CPMൻ്റെ എന്താണ് കേരളത്തിലെ നേതാക്കന്മാർക്കെതിരെയും മറ്റുള്ള വരുന്ന ആരോപണങ്ങളെല്ലാം നടന്നോട്ടെ, ഈ സ്ത്രീ ജനങ്ങൾക്ക് എതിരെ വരുന്ന ആരോപണങ്ങളെല്ലാം നടന്നോട്ടെ, അവരെ അനുഭവിച്ചോട്ടെ എന്നാണോ കോൺഗ്രസ് വിചാരിക്കുന്നത്? ഇതാണോ പ്രതിപക്ഷത്തിൻ്റെ സ്ത്രീപക്ഷ നിലപാടെന്ന് പറയുന്നത്? ഇതാണോ കോൺഗ്രസിൻ്റെ സ്ത്രീപക്ഷ നിലപാടെന്ന് പറയുന്നത്? ഇവിടെ കേരളത്തിൽ ഏതിനും പറഞ്ഞാലും കേരളത്തിൽ UDFൻ്റെ ഘടകകക്ഷിയിലുണ്ടായിരുന്നല്ലോ, കമാന്നൊരക്ഷരം മിണ്ടുന്നില്ലല്ലോ. അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തരകാര്യമെന്ന് ഘടകകക്ഷിയിൽ വിചാരിക്കുന്നുണ്ടോ? കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയുടെ മാത്രം ഞാൻ ചോദിക്കുകയാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പറയുന്ന കേസ് അതൊരു ആഭ്യന്തര പ്രശ്നം നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? അങ്ങനെ കണക്കാക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്ന് വിരൽ ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് ലീഗ് ഉണ്ടല്ലോ, എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ലീഗിൻ്റെ സാദിഖ് അലി തങ്ങളാണ് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു വിട്ട ആൾ. ചോദിക്കണ്ടേ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്? ചോദിക്കണ്ടേ? എത്ര ഘടകകക്ഷി പാർട്ടികളുണ്ട്? ചോദിക്കണ്ടേ? ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ ഇവർക്ക് എവിടെയും ചോദിക്കാൻ കഴിയില്ല കേട്ടോ. ഇവിടെ ചോദിക്കാൻ കഴിയില്ല, എവിടെയും ചോദിക്കാൻ കഴിയില്ല. ഇവർക്ക് നിയമസഭയിൽ ചോദിക്കാൻ കഴിയില്ല, ഇവർക്ക് ജനങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് സ്ത്രീകളോട് വോട്ട് ചോദിക്കാൻ കഴിയില്ല. സ്ത്രീകളോട് വോട്ട് ചോദിക്കാൻ കഴിയണമെങ്കിൽ എന്താ അറിയോ? ഇതിനെതിരെ നിലപാട് സ്വീകരിക്കണം. ഇതായിരിക്കണം ഇത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ചവിട്ടി താഴ്ത്തി കളയാന്നിട്ട് പറയുന്നതല്ല. കാരണം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നാവണമെങ്കിലും ഈ പാർട്ടി നന്നാവണമെങ്കിലും ഇതുപോലെ നിലപാടെടുത്തേക്കണം. നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കണമല്ല, സ്ഥാനമാനങ്ങൾ കൊടുക്കില്ല എന്ന് തീരുമാനം എടുക്കണം. സ്ഥാനമാനങ്ങൾ കൊടുക്കില്ല, എന്നിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കട്ടെ. എന്തൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടി കാണുന്നുണ്ടോ? ഇവിടെ എത്ര ആൾക്കാരുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി ചെയ്തിട്ടാണ് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ശിക്ഷ ഉറപ്പാണ്. അത് ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്, ഇന്ന കാര്യത്തിലൊന്നുമില്ല. മനസ്സിലായോ? നമ്മളൊരു വണ്ടി ആക്സിഡൻ്റ് ആയാൽ പറയാറുണ്ടല്ലോ, എന്താണ് മനഃപൂർവ്വം അല്ലാതെ നരഹത്യ കേസെടുക്കും അല്ലേ? കേൾക്കും. പക്ഷെ തെറ്റ് പറ്റിയാൽ ശിക്ഷ ഉറപ്പാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞാൽ മാത്രമേ ഒരു ഇഞ്ചെങ്കിലും മുന്നോട്ട് പോകാൻ ഈ പാർട്ടിക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. പാലക്കാടിനെ പോലെ തന്നെയാണ് ഈ പാലക്കാടിലെ ജനങ്ങൾ. എന്താണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം? ഇതെന്താ ഇത്ര വലിയ പ്രശ്നമാകാൻ കാരണം? ഒരു ബൈ ഇലക്ഷൻ നല്ല സ്ഥലമാണ്. ഈ ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാർ ഒറ്റയടിക്ക് വന്നു നിന്ന് പ്രവർത്തിച്ച സ്ഥലമാണത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ UDFൻ്റെ നേതാക്കന്മാർ മുഴുവൻ പോയി പണിയെടുത്ത സ്ഥലമാണ് പാലക്കാട് അല്ലേ? നമ്മൾ എത്രയോ ചർച്ച ചെയ്താണ്. എത്ര ദിവസമാണ് ഇലക്ഷന് വേണ്ടിയിട്ട് ഇലക്ഷൻ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തത്. ആരെങ്കിലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു? ആ സമയത്ത് ഉന്നയിക്കാത്തൊരു കാരണം എന്താണ്? അറിയാത്തതുകൊണ്ടല്ല. ഈ കുട്ടികൾക്കൊക്കെ ഈ അനുഭവം നേരത്തെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഉന്നയിച്ചിട്ടില്ല? ഇത് വേറെ ആരോടും ചെയ്തിട്ടില്ല എന്ന് ഈ കുട്ടികൾ വിശ്വസിച്ചിരിക്കുകയാണ്. ഇത് എന്നോട് മാത്രമാണ് എന്ന് വിചാരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള കുട്ടികൾ ഇത് ചെയ്തെന്ന് ഒരാൾ പുറത്തു പറഞ്ഞപ്പോഴാണ്, ഇത് 2-3 കുട്ടികൾ ഒന്നിച്ച് കൂട്ടുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. ഇത് ആ പാർട്ടിയല്ലേ? ആ കോൺഗ്രസ്സിലെ യൂത്ത് കോൺഗ്രസ്സിലുള്ള എത്രയോ സ്ത്രീ ജനങ്ങളുണ്ട്. അവർക്കൊക്കെ ഏത് രീതിയിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക? ചോദിക്കില്ല ജനങ്ങൾ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ, എന്തുകൊണ്ട് നിങ്ങൾ എന്ത് നടപടി അതിന് വിലയെടുത്ത് ചോദിക്കില്ലേ?
കാരണം എത്ര ഇനി 2.5 മാസം 3 മാസമേ ഉള്ളൂ പഞ്ചായത്ത് ഇലക്ഷന്, തദ്ദേശ സ്വയംഭരണ ഇലക്ഷന് 3 മാസം. ഈ 90 ദിവസം കൊണ്ട് എന്ത് മാറ്റമാണ് കേരളത്തിൽ വരിക? ഈ 90 ദിവസം കൊണ്ട് എത്രയാണ് ഇവർ ന്യായീകരിക്കാൻ പോകുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ? അപ്പോൾ ഇത് മനസ്സിലാക്കി കോൺഗ്രസ് മുന്നോട്ട് പോയാൽ കോൺഗ്രസ് നല്ലതാണ്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, അല്ലെങ്കിൽ ഉള്ളതിൽ നിന്ന് താഴേക്ക് പോകും. നിങ്ങളിപ്പോൾ വലിയ ഒരു ടവറിന് അല്ല ഒരു ബാരന് അടിയിൽ ചെറിയ ഓട്ടയിട്ടിട്ടുള്ളൂ, ഇതിന് ഉള്ളിൽ തള്ളു വന്നാൽ ഇതെല്ലാം കൂടി വലുതാവും, പിന്നെ ഒറ്റ പോക്കായിരിക്കും. അത് മനസ്സിലാക്കിയോ കോൺഗ്രസ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു പ്രതിപക്ഷ പാർട്ടിയാണ്, നിങ്ങൾ ഭരണപക്ഷ പാർട്ടിയല്ല, നിങ്ങളടുത്ത് അധികാരമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ജനങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്നും ജനങ്ങൾ ഇത് അനുഭവിക്കാൻ നിന്നാൽ എന്ത് സംഭവിക്കും? ഇതിൽ അധികാരത്തിൽ വരുന്ന പാർട്ടിയായി മാറിയാൽ എന്ത് സംഭവിക്കുന്നത് ജനങ്ങൾ തീരുമാനിച്ചാലുണ്ടല്ലോ, അതിന് മറുപടി പറയാൻ കഴിയില്ല. അതിനനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്താലുണ്ടല്ലോ നിങ്ങളുടെ ഈ സാധനം എന്ന് പറയുന്നത് വട്ടപൂജയായി മാറും. അത് മനസ്സിലാക്കി നിങ്ങൾ നടപടി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു പ്രതിപക്ഷ പാർട്ടിയായി, അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു നല്ല പാർട്ടിയെ കേരളത്തിൽ വേണം, ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയെ വേണം, ഇന്ത്യയിൽ വേണം. രാഹുൽ ഗാന്ധി അങ്ങനെ സ്വീകരിക്കുന്നുണ്ടല്ലോ, പ്രിയങ്ക ഗാന്ധി അങ്ങനെ സ്വീകരിക്കുന്നുണ്ടല്ലോ, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാം അങ്ങനെ സ്വീകരിക്കുന്നുണ്ടല്ലോ. ഇത് മുമ്പ് ഇങ്ങനെയുള്ള കേസുകളെല്ലാം കോൺഗ്രസ് നടപടി സ്വീകരിച്ച് പോയിട്ടുണ്ടല്ലോ. നിങ്ങൾ പഴയകാലം തുടങ്ങി നോക്കിക്കോളൂ. അത് ഒരു കേസിനാണെങ്കിൽ ഈ 5, 6, 7 വന്നിട്ടില്ല കേട്ടോ. ആ സ്ഥലത്ത് നടപടിയെടുത്ത കോൺഗ്രസ് ഇതിന് നടപടിയെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരെ കുറ്റപ്പെടുത്തും. പ്രതിപക്ഷ നേതാവുണ്ട്, KPCC പ്രസിഡന്റ്, AICC ജനറൽ സെക്രട്ടറി മലയാളിയാണ്, മനസ്സിലായില്ലേ? കേരളത്തിലെയും കേന്ദ്രത്തിലേക്കും ഒത്തിരി വലിയ നേതാക്കന്മാരുണ്ട്, പ്രതിപക്ഷ നേതാക്കന്മാർ, മുൻ മന്ത്രിമാരുണ്ട്. ഇവർക്കൊക്കെ ശക്തമായ നിലപാട് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഈ പാർട്ടി കേരളത്തിൽ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. Meet the editors.